നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ നീക്കണമെന്ന് ചീഫ് സെക്രട്ടറി. ശുപാർശ തുറമുഖ ഡയറക്ടറായിരിക്കെ നഷ്ടമുണ്ടാക്കിയെന്ന റിപ്പോർട്ട് പരിഗണിച്ച് മുഖ്യമന്ത്രി നിയമോപദേശം തേടി. ജേക്കബ് തോമസിനെതിരെ ചീഫ് സെക്രട്ടറി പകപോക്കുന്നതായി മുഖ്യമന്ത്രിക്ക് VSന്റെ കത്ത്. സ്പോർട്സ് ലോട്ടറി കേസിൽ TP ദാസനെ പ്രതി ചേർത്തു. ലോ അക്കാദമിയിലെ സമരക്കുരുക്കു മുറുകുന്നു. ലക്ഷ്മി നായരെ മാറ്റിയതിന്റെ മിനിറ്റ്സ് മാനേജ്മെന്റ് ഹാജരാക്കി. ഇനി മന്ത്രിതല ചർച്ചയ്ക്കേ ഉള്ളൂവെന്ന് വിദ്യാർത്ഥികൾ. തിങ്കളാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ്. കോളേജിലെ ഭൂവിഷയമുയർത്തി സമര പരമ്പരയ്ക്ക് BJP. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ മാത്രം മാനദണ്ഡമാക്കരുതെന്ന് സുപ്രീം കോടതി. സ്കൂൾ മാർക്കിന് 40% വെയിറ്റേജ് നൽകണം. വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണം തടയാൻ നയരൂപീകരണം വേണം. അഹമ്മദിന്റെ മരണം മറച്ചുവെച്ചുവെന്ന ആരോപണത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ബഹളത്തിൽ മുങ്ങി ലോക്സഭ പിരിഞ്ഞു. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും CPIM-ഉം. കേന്ദ്രം കേരളത്തോട് മാപ്പ് പറയണമെന്ന് KPCC. മദ്യശാലകൾ മാറ്റുന്നതിൽ സംസ്ഥാനമെങ്ങും പ്രതിഷേധം. തിരുവനന്തപുരം നന്ദൻകോട് മദ്യശാല തുറക്കില്ലെന്നും മന്ത്രി. വിദ്യാർത്ഥി സമരം വിജയിച്ചു. മദ്യപിച്ച് സ്കൂൾ ബസ് ഓടിച്ച 25 ഡ്രൈവർമാരെ മിന്നൽ പരിശോധനയിൽ പിടികൂടി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് മാറി നിൽക്കണമെന്ന് ചീഫ് സെക്രട്ടറി. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ 15 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന റിപ്പോർട്ടിന്മേലാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. ധന സെക്രട്ടറി KM എബ്രഹാമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്മേലുള്ള നടപടിയെക്കുറിച്ച് മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം തേടി. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാം തയ്യാറാക്കിയ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് പരിഗണിച്ച ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിനെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്ന് ശുപാർശ നൽകി. പൊതുമേഖലാ സ്ഥാപനത്തെ മറികടന്ന് വിദേശ കമ്പനിക്ക് കരാർ നൽകൽ, ടെൻഡർ വ്യവസ്ഥകൾ അട്ടിമറിക്കൽ, സർക്കാരിൽ നിന്നും വിവരങ്ങൾ മറച്ചുവെക്കൽ, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചീഫ് സെക്രട്ടറി ജേക്കബ് തോമസിന്മേൽ ചാർത്തുന്നത്. ഇക്കാര്യം അന്വേഷിക്കാൻ കാര്യക്ഷമതയുള്ള 2-3 ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം വേണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. സാങ്കേതിക വിദഗ്ധരുടെ സഹായം ഈ സംഘത്തിന് ഉറപ്പുവരുത്തണം. അന്വേഷണം നടക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടർ മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിഗണിച്ച മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിനായി ഫയൽ വിട്ടു. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ കട്ടർ സെക്ഷൻ ഡ്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്നാണ് KM എബ്രഹാമിന്റെ റിപ്പോർട്ട്. കുറഞ്ഞ ടെൻഡർ പൊതുമേഖലാ സ്ഥാപനമായ BML-ന്റേതായിട്ടും IHC എന്ന വിദേശ കമ്പനിക്ക് കരാർ നൽകിയെന്നാണ് റിപ്പോർട്ട്. 14.96 കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വിജിലൻസ് ഡയറക്ടറും IAS ലോബിയുമായുള്ള ഏറ്റുമുട്ടലിനിടയിലെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. റിപ്പോർട്ടിന്മേലുള്ള DGPയുടെ നിയമോപദേശം ജേക്കബ് തോമസിന്റെ ഡയറക്ടർ സ്ഥാനത്തെ പോലും നിർണായകമാക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസ് നേതാവ് KPCC സെക്രട്ടറി ശ്രീ പഴകുളം മധു എന്നിവരാണ്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ഇതിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതല്ല. ഇതിൽ ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ പരിശോധന നടത്തി വന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ പരിശോധനകൾ സംസ്ഥാന വിജിലൻസോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയോ നടത്തിയിട്ടില്ല എന്നത് വസ്തുത തന്നെയാണ്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. 15 കോടിയുടെ നഷ്ടം സംസ്ഥാനത്തിന് വരുത്തി. ആ നഷ്ടമുണ്ടാകുന്നതിന് ജേക്കബ് തോമസ് ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നതാണ് അന്വേഷണത്തിൽ പ്രാഥമിക പരിശോധനയിൽ ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസിൻ്റെ തലപ്പത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടി വരില്ലേ? അല്ല, ഒന്ന്, ഈ ആരോപണങ്ങൾ പുതിയതല്ല. ഇത് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ്, ഈ ഗവൺമെൻറ് കാലത്തിൽ അതിന് മുമ്പുള്ള ഗവൺമെൻറ് കാലത്തുള്ള ആരോപണമാണ്. അത് ഒന്നാമത്തെ കാര്യം. ഈ ആരോപണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറാക്കി വെച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലുണ്ടോ, കുറവുണ്ടോ, കൂടുതൽ വിശ്വസനീയമാണോ എന്നൊക്കെയുള്ള ഒരു ജുഡീഷ്യൽ റിവ്യൂ വേറെ വരും. രണ്ടാമത്, ഇതൊരു ജുഡീഷ്യൽ റിവ്യൂ നടന്ന കാര്യമാണെന്നുള്ള കാര്യം ആലോചിക്കുക. ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിൽ ഇത് വരികയും ഇദ്ദേഹത്തെ മാറ്റണമെന്ന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇദ്ദേഹത്തെ വിജിലൻസ് ADGP സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഹർജി വരികയും ആ ഹർജി പരിശോധിച്ച് അവസാനം ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ കമൻ്റ് കൂടി നമ്മൾ ഓർക്കാം. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ദുർബലപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ അത് ഭീഷണിപ്പെടുത്താനാണ്. അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ കോടതി ഇടപെടുകയില്ല. ഇതിൽ യാതൊരു മെറിറ്റുമില്ല എന്ന് പറഞ്ഞാണ് തള്ളിയത്.
ഇനി ഇതിൽ മെറിറ്റ് കൂടുതൽ കണ്ടെത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, ജേക്കബ് തോമസ് അഴിമതിക്കാരനാണ് അല്ലയോ എന്നൊക്കെ ചീഫ് സെക്രട്ടറി അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ട വേറെ ഏജൻസികൾ ഈ രാജ്യത്തുണ്ടല്ലോ. അദ്ദേഹത്തിന് അഭിപ്രായം പറയാം, നല്ലത്. മുഖ്യമന്ത്രിക്ക് അത് നിയമപരമായി പരിശോധനയ്ക്ക് വിടാം, അതും നല്ലത്. പക്ഷേ ഇവിടെ പ്രശ്നം ഒരു സന്ദർഭവുമായി ബന്ധപ്പെടുത്തി കാണണം. കേവലം ഇത് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഇതിലൊരു അത്ഭുതമില്ല. ഇവിടെ എന്താ പ്രശ്നം? 3 ഉന്നതരായ IAS ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ ഗൗരവതരമായ ആരോപണം വന്നിരിക്കുന്നു. ടോം ജോസ് ആണെങ്കിലും അതുപോലെ പോൾ ആൻ്റണി അതുപോലെ ഉള്ള ആളുകൾക്ക്, കെഎം എബ്രഹാം. ഈ അന്വേഷണം നേരിടുമ്പോൾ ഇതിനെതിരെ സംഘടിതമായി നിന്ന് പോരാടിയ IAS ആ ലോബിയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. അവർ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രത്യേകമായി ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി തന്നെ ഇദ്ദേഹത്തെ നിയമസഭയ്ക്കകത്ത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾക്കൊന്നും ഒരു വിലയില്ല, പോട്ടെ. ഇനി ഇതിലുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുന്നത്, ഇനി അങ്ങനെ ഉണ്ട്, ഇതിൽ മെറിറ്റ് ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ തോന്നുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം, ഇപ്പോഴുള്ള അന്വേഷണ കേസുകളൊക്കെ ഇദ്ദേഹം അന്വേഷിക്കട്ടെ, സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ മേലുള്ള അന്വേഷണം CBIക്കോ വേറെ ഏതെങ്കിലും ഏജൻസിക്ക് വിടട്ടെ. നീ ഈ കേസ് അങ്ങനെ വിടാലോ, കാരണം ഇദ്ദേഹം ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും ജേക്കബ് തോമസിനെ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ദുരുദ്ദേശമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മാറ്റുന്നവരവിടെ ഉണ്ടാവും. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ജേക്കബ് തോമസിനെ കുറിച്ച് എനിക്ക് വിമർശനമില്ലാതല്ല. ജേക്കബ് തോമസ് അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ VS തന്നെ ഉന്നയിച്ച ആരോപണം പറഞ്ഞതുപോലെ പല കേസുകളിലും കാര്യങ്ങൾ വേണ്ടത്ര വേഗതയിൽ പോകുന്നില്ല എന്ന പരാതി നമുക്കുണ്ട്. ബാബുവിൻ്റെ ആയാലും മാണിയുടെ ആയാലും മൈക്രോ ഫൈനാൻസ് ആയാലും ഒക്കെ വേണ്ട രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല എന്ന ആരോപണമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ കേരളം കണ്ടിട്ടുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ട ഒരാളെ വെച്ചല്ലാതെ ഇദ്ദേഹത്തെ മാറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ CR നീലകണ്ഠൻ, അവിടെ ഇപ്പോൾ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ പരിഗണന ഈ കേസ് വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത് വീണ്ടും ഇതിലൊരു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കഴിയുമോ ആ കോടതി വിധി വരുന്നത് വരെ? ഇപ്പോൾ മുഖ്യമന്ത്രി ലീഗൽ ഒപ്പീനിയൻ തേടി. തന്നെയുമല്ല, മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ തന്നെ പലപ്പോഴും പരിഗണിച്ചിട്ടുള്ളതാണല്ലോ, ജേക്കബ് തോമസിനെതിരെയുള്ള ആരോപണങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ, വീണ്ടും അത് ഉയർത്തിക്കൊണ്ട് വരേണ്ടതിൻ്റെ ആവശ്യമില്ല എന്ന നിലയിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. തുടർച്ചയായി വീണ്ടും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു, അതിന്മേൽ ചീഫ് സെക്രട്ടറി അടിയന്തരമായി ശുപാർശകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു എന്നതിൻ്റെയൊക്കെ ഉദ്ദേശം ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ ആ പദവിയിൽ ഇരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി പുലർത്തുന്ന പലരും അവിടെ ഉണ്ട് എന്ന് തന്നെയല്ലേ? ഒരു സംശയമില്ല. ജേക്കബ് തോമസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒന്നും മാറ്റി കിട്ടിയാൽ സ്വർഗം കിട്ടിയെന്ന് വിചാരിക്കുന്ന ഉദ്യോഗസ്ഥർ സെക്രട്ടറിയിൽ ധാരാളമുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. അതൊക്കെ ഇപ്പോൾ പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അഴിമതി ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ അല്ല. ഏത് ഉദ്യോഗസ്ഥനെതിരെ വന്നാലും അത് സ്വതന്ത്രമായ അന്വേഷണം നടക്കണമെന്നാണ്. ഇവിടെ ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള റാങ്കുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത്. ആ അന്വേഷണം നടത്താൻ എന്തുകൊണ്ട് മുൻപോട്ട് പോയിക്കൂടാ? അതിന് തടസ്സമായി ഇദ്ദേഹം കുറ്റവാളിയാണ്, അപ്പോൾ ഇദ്ദേഹത്തെ മാറ്റണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ, കാരണം ഒരു പോലീസ് ഇൻസ്പെക്ടർ ചിലപ്പോൾ ഒരു കേസിൽ പ്രതിയായിരിക്കും, പക്ഷേ അദ്ദേഹം സ്റ്റേഷൻ ഹെഡ് ഓഫീസറാണെങ്കിൽ ഞാനവിടെ കളവ് കേസിൽ പിടിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരിൽ കേസുണ്ട്, അതുകൊണ്ട് നിങ്ങളെന്നെ പിടിക്കരുതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറാണ് ജേക്കബ് തോമസ്. ആ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജോലിയുമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അന്വേഷിച്ചാൽ ചിലപ്പോൾ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടേക്കാം എന്നൊരു ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ. മിക്കവാറും പ്രതികൾ രക്ഷപ്പെടാണല്ലോ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അഴിമതി കേസിൽ ആര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഒരു രാഷ്ട്രീയ നേതാവ്, ബാലകൃഷ്ണപിള്ള 15 ദിവസം കിടന്നതൊഴിച്ചാൽ ഒരു രാഷ്ട്രീയ നേതാവും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, നമ്മുടെ മുമ്പിൽ ഒരുപാട് ചർച്ച ചെയ്ത പേരുകളുണ്ട്. അവർക്ക് എന്ത് ശിക്ഷ അവർ കിട്ടിയത്? ഒരു ശിക്ഷയിലെ കുറച്ചു കാലം സസ്പെൻഷൻ, അത് കഴിഞ്ഞ് അവർ ചിലപ്പോൾ സർവീസിലേക്ക് തിരിച്ചു കയറും. അപ്പോൾ വസ്തുതാപരമായി അന്വേഷണം നടത്തി നിയമത്തിൻ്റെ പഴുതുകൾ അടച്ച് സാധ്യതയുണ്ടെങ്കിൽ ശിക്ഷിക്കണം. അതാണ് വിജിലൻസ് ഡയറക്ടറുടെ ജോലി. അത് ചെയ്യാൻ ഇദ്ദേഹത്തെ അനുവദിക്കണം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. വേറെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വൗച്ചിങ് ഞാൻ ചെയ്യുന്നില്ല. ഇദ്ദേഹം ഏറ്റവും ഗംഭീരനാണെന്നോ ഇദ്ദേഹം ഒരു അഴിമതിയും ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് മുൻപോട്ട് പോകണം അന്വേഷണം. അത്ര ഗൗരവമുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ മെറിറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM മനോജ്, ഇവിടെ വളരെ കൗതുകമുള്ള ഒരു കാര്യം ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു, താങ്കൾ അന്ന് ഉണ്ടായിരുന്നതുമാണ് നമ്മളോടൊപ്പം. അന്ന് ടോം ജോസിനെതിരെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ നടപടിയൊന്നും വേണ്ട എന്ന് ചീഫ് സെക്രട്ടറി ഫയലിൽ എഴുതിയത് എന്തധികാരം ഉപയോഗിച്ചാണെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ചോദിച്ചിരുന്നു.
അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ച കേസിൽ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടി ടോം ജോസിനെതിരെ. ഒപ്പം തന്നെ KMML അഴിമതി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലും അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തി. ഏതാണ്ട് 5 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് വിജിലൻസ് പറയുന്നത്. ഇതിൽ 10 തവണ ടോം ജോസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഞങ്ങൾ കത്ത് കൊടുത്തെങ്കിലും അതിന്മേൽ തീരുമാനമെടുത്തില്ലെന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുന്ന നിലയും ഉണ്ടായി. അന്ന് നമ്മൾ അത് പരിഗണിച്ചതാണെന്ന് ആ വിഷയം താങ്കൾക്കും അറിയാവുന്നതാണ്. അങ്ങനെ ടോം ജോസിനെതിരെ തെളിവുണ്ടെന്നും വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയപ്പോൾ നടപടി വേണ്ടെന്ന് ഫയലിൽ എഴുതിയ ചീഫ് സെക്രട്ടറി ഒരു ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജേക്കബ് തോമസിനെതിരെ നടപടി വേണം, ഇദ്ദേഹത്തെ പദവിയിൽ നിന്നും മാറ്റണം, മറ്റൊരു ഏജൻസിയെ കേസ് ഏൽപ്പിക്കണമെന്ന് ഫയലിൽ എഴുതുന്നു. മുഖ്യമന്ത്രി ആ ഫയൽ ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നിയമോപദേശത്തിനായി വിട്ടിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ ഈ നടപടി ഈ രണ്ട് വിഷയവും താരതമ്യം ചെയ്യുമ്പോൾ ഉചിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, ചീഫ് സെക്രട്ടറി SM വിജയാനന്ദോ ജേക്കബ് തോമസോ അതല്ല KM എബ്രഹാമോ എല്ലാവിധ വയസ്സസിനും അതീതരായ സർവഗുണ സമ്പന്നന്മാരായ ഉദ്യോഗസ്ഥരാണ് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയ ഫയൽ, ആ ഫയൽ ഇന്നല്ല കഴിഞ്ഞ ദിവസമാണ് അയച്ചത്. KM എബ്രഹാം ഒരു റിപ്പോർട്ട്, അത് 100-300 പേജ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ പിന്നെ 27 ശുപാർശകളുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് KM എബ്രഹാം നൽകുന്നു. അത് സ്വാഭാവികമായും ചീഫ് സെക്രട്ടറിയുടെ കയ്യിലെത്തുന്നു, ഫൈനാൻസ് മന്ത്രിയുടെ കയ്യിലൂടെ വരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കെത്തുകയാണ്. മുഖ്യമന്ത്രി ഇത് പരിശോധിച്ച് ഇതിന്മേൽ അത് അറിയാലോ നമുക്ക് ശുപാർശകൾ എന്തൊക്കെയാണെന്ന്. ശുപാർശകൾ ഒന്ന്, കൂടുതൽ അന്വേഷണം നടത്തണം, അതിന് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം. അത് ആ സമയത്ത് അന്വേഷണം നടക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥനെ, വിജിലൻസ് ഡയറക്ടറായി തുടരുന്ന ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. ഇങ്ങനെ ശുപാർശകൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കിട്ടുന്നു. മുഖ്യമന്ത്രി അത് സ്വാഭാവിക പ്രക്രിയ എന്ന നിലയിൽ നിയമോപദേശം തേടാൻ, ആ നിയമോപദേശം നൽകാൻ ചുമതലപ്പെട്ട ബാധ്യതപ്പെട്ട DGPക്ക് അയച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ ആ DGPക്കല്ല, അഡ്വക്കേറ്റ് ജനറൽ അയക്കാം. സ്വാഭാവികമായി അടുത്ത മുഖ്യമന്ത്രിക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും മുൻധാരണ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നടപടി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി നിയമപരമായി ഏതെങ്കിലും ഒരാളെ ഈ സർവ്വഗുണ സമ്പന്നനും മറ്റൊരാളെ തിന്മയുടെ പ്രതിരൂപവുമായി പ്രതിഷ്ഠിക്കാതെ നിയമത്തിൻ്റെ വഴിക്ക്, വസ്തുതകളുടെ വഴിക്ക്, നടപടിക്രമം അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകട്ടെ എന്ന് തീരുമാനിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ടോം ജോസിൻ്റെ കേസും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ടോം ജോസിനെതിരെ 10 തവണ ഇത് പറഞ്ഞതുകൊണ്ട് ടോം ജോസ് മോശക്കാരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിയമം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കൃത്യമായ തെളിവുകൾ എത്താത്തിടത്തോളം കാലം നമ്മൾ അങ്ങനെ തെളിവുകൾ എത്തി നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരെയും വിലയിരുത്തിയിട്ടുള്ളത്. ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതിലെ ഈ ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം എടുക്കാനുള്ള അദ്ദേഹം ഉപയോഗിച്ച മാനദണ്ഡം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ നടപടി വേണം എന്ന് ഫയലിൽ എഴുതിയത് ജേക്കബ് തോമസിന്റെ കാര്യത്തിൽ ഫയലിൽ എഴുതിയ ചീഫ് സെക്രട്ടറി, ടോം ജോസിന്റെ കാര്യത്തിൽ സംസ്ഥാന വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട് നടപടി വേണ്ട എന്ന് ഫയലിൽ എഴുതി. ഈ രണ്ട് തീരുമാനവും താരതമ്യം ചെയ്യുമ്പോൾ നിഷ്പക്ഷമായ ഒരു സമീപനം ചീഫ് സെക്രട്ടറി എല്ലാ ഉദ്യോഗസ്ഥരോടും സ്വീകരിക്കണമല്ലോ. അത് കാണുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു നല്ല പ്രവണതയായി കാണാൻ കഴിയുമോ? വിജയകുമാർ ഉന്നയിച്ച അതേ സന്ദേഹം എനിക്കുമുണ്ട്. കാരണം ഈ രണ്ട് കാര്യങ്ങളിൽ എന്തുകൊണ്ടും രണ്ട് നിലപാടിലെത്തുന്നു എന്ന് മാത്രമല്ല, KM എബ്രഹാം എഴുതിയ റിപ്പോർട്ട് മുഴുവൻ ശരിയെന്നും ടോം ജോസിനെതിരായിട്ടുള്ള റിപ്പോർട്ട് മുഴുവൻ തെറ്റുമെന്ന നിലപാടിലേക്ക് ഒരു ഉദ്യോഗസ്ഥന്, ഭരണം നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് എത്താൻ കഴിയുമോ? സ്വാഭാവികമായും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ ബ്ലൈൻഡായിട്ട് അദ്ദേഹം പറഞ്ഞത് അതേപടി സ്വീകരിക്കാതെ അതിന്റെ നിയമവശങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ തുടർന്ന് അങ്ങോട്ട് DGPക്ക് അയക്കേണ്ടി വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ സ്വാഭാവിക പ്രക്രിയ. അല്ലാതെ SM വിജയാനന്ദ് എല്ലാ തെറ്റിനും അതീതനായ മനുഷ്യനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ഓരോ ഉദ്യോഗസ്ഥരും, ജേക്കബ് തോമസ് ഉൾപ്പെടെ. ശ്രീ ജേക്കബ് ജോർജ്, ഇതിൽ ഇത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങൾ, ഞാനിപ്പോൾ അത് നേരത്തെ CR-നോട് ചോദിക്കായിരുന്നു, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതിൽ ആപ്ലിക്കബിളായ സെക്ഷനുകളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ നടപടി വേണമെന്ന് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെടുകയും CM അത് ലീഗൽ അഡ്വൈസിനായി മാറ്റിവെക്കുകയും അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു റിപ്പോർട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിൽ ഒരിക്കൽ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമായ റിപ്പോർട്ടാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇനി
ജേക്കബ് തോമസിന് ഈ പദവിയിൽ ഇരിക്കുക വലിയ ബുദ്ധിമുട്ടാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതോ ആ പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നത് വിജിലൻസിന്റെ നിഷ്പക്ഷതയെ ബാധിക്കുമെന്നും പറയാൻ കഴിയുമോ? നമ്മളിപ്പം ഞാൻ വന്ന ശേഷം CR നീലകണ്ഠനാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഒരു കാരണവശാലും ജേക്കബ് തോമസിനെ മാറ്റേണ്ടതില്ല എന്ന്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ്. പക്ഷേ അദ്ദേഹം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ജേക്കബ് തോമസ് എഴുതി കൊടുക്കുന്ന ഞാൻ ഈ CR നീലകണ്ഠൻ പറഞ്ഞതിൻ്റെ ഒരു വിപരീത വശം പറയുകയായിരുന്നു. അദ്ദേഹം ജേക്കബ് തോമസ് എഴുതി കൊടുത്ത റിപ്പോർട്ടിൽ ടോം ജോസിനെ സസ്പെൻഡ് ചെയ്യണം എന്നെഴുതി കൊടുത്തു. അതേപോലെ KM എബ്രഹാമിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വീടളക്കാൻ പോയി. പിന്നെ പെട്ടെന്ന് ഗവൺമെൻറ് ഇടപെട്ട് മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ട് നിർത്തുകയായിരുന്നു. മലബാർ സിമെൻസിൻ്റെ കാര്യത്തിൽ അവിടെ പത്മകുമാർ എന്ന ഉദ്യോഗസ്ഥനെ മാനേജിംഗ് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യാനല്ല അറസ്റ്റ് ചെയ്തു അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ്. അതാണ് എനിക്ക് തോന്നുന്നു ജേക്കബ് തോമസ് ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാതെ ഉപരിപ്ലവമായ ചില നീക്കങ്ങളിലൂടെ പത്രവാർത്തകളിലും ചാനൽ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കാൻ വേണ്ടി വിജിലൻസിനെ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള നടപടികൾ ഉപരിപ്ലവമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഉദാഹരണങ്ങളേറെ. മലബാർ സിമെൻസ് എന്ന് പറയുന്നത് ഒരു വശത്ത് ഒരു സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്, ഒരു ഫാക്ടറിയാണ്, അതിന് ബിസിനസ്സുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉൽപ്പന്നം സിമെൻറ്റ് മലബാർ സിമെൻറ്റ്സ് തന്നെ വിറ്റഴിക്കുന്നു. രണ്ട് വശങ്ങളാണ്, ഒന്ന് ഉൽപ്പാദനം, രണ്ട് അതിൻ്റെ ബിസിനസ് വിറ്റഴിക്കൽ, കൊമേഴ്സ്യൽ ഏർപ്പാട്. ഈ രണ്ട് കാര്യങ്ങളിലും 2 കോടി രൂപ വിതരണക്കാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പത്മകുമാറിൻ്റെ പേരുള്ള കേസ്. അങ്ങനെയെങ്കിൽ അത് വിശദമായിട്ട് അന്വേഷിച്ചാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അല്ല. കെ ബാബുവിൻ്റെ മറ്റേ മദ്യത്തിൻ്റെ പേരിലുള്ള മദ്യക്കോഴയുടെ പേരിലുള്ള കെ ബാബുവിൻ്റെ നേരെ നീണ്ട അന്വേഷണം, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ബിനാമികളെയും ഒക്കെയും ചോദ്യം ചെയ്തു. കുറ്റപത്രം എവിടെ? എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് നോക്കണം. ഞാൻ ഈ കേസുകളുടെ മെറിറ്റിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ടോം ജോസിനെതിരെയുള്ള അന്വേഷണം, അതേപോലെ പത്മകുമാറിനെതിരെയുള്ള കേസ്, കെ ബാബു, വിജിലൻസ് നടത്തിയ എല്ലാ കേസുകളുടെയും അന്വേഷണം എവിടെ എത്തി? അങ്ങ് റിപ്പോർട്ടുകളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം, KM എബ്രഹാം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, അതിലെ കണ്ടന്റ്. ബഹുമാനപ്പെട്ട PM മനോജ് പറഞ്ഞു ചീഫ് സെക്രട്ടറി തെറ്റുകൾക്ക് അതീതനായ മനുഷ്യനല്ല എന്ന്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ SM വിജയാനന്ദ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ വളരെ പേരെടുത്ത പഞ്ചായത്ത് രാജ് പോലെയുള്ള പ്രത്യേക വിഷയങ്ങളിൽ അതീവ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള വിദഗ്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനാണ്. അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരു കേസിൻ്റെ മെറിറ്റ് കൂലങ്കഷം പരിശോധിക്കാതൊരു നിലപാടെടുക്കുമെന്ന് ഞാൻ വ്യക്തിപരമായ കാര്യമാണത് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് ടോം ജോസിനെതിരെ നടപടി വേണ്ട, പത്മകുമാറിനെതിരെ അറസ്റ്റ് ചെയ്ത് തെറ്റിപ്പോയി, ഇപ്പോൾ ജേക്കബ് തോമസിനെ അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി അന്വേഷണം നടത്തണം എന്ന് അതേ ചീഫ് സെക്രട്ടറി പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇംപെക്കബിൾ ക്രെഡൻഷ്യൽസ് അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഈ കേസുകളുടെ എല്ലാം മെറിറ്റിലേക്ക് നാം കടന്നു ചെല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇപ്പോൾ മലബാർ സിമെന്റ്സിന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് 4 കേസുകൾ പത്മകുമാറിനെതിരെ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതാണ്ട് 15 കോടി രൂപയോളം ക്രമക്കേട് വരുത്തിയ 4 കേസുകളിലാണ് ഇദ്ദേഹം പ്രതിയായിട്ടുള്ളത്. 2011 മുതൽ 15 വരെ. ആ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വിജിലൻസ് ഒരു തീരുമാനമെടുത്തു, അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു തീരുമാനമെടുത്തു, അറസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് പത്മകുമാറിൻ്റെ പക്ഷം പിടിക്കുക, അല്ലെങ്കിൽ ടോം ജോസിൻ്റെ പക്ഷം പിടിക്കുക? വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ആ റിപ്പോർട്ട് ജേക്കബ് തോമസിൻ്റെ ടീം തയ്യാറാക്കി എന്നതുകൊണ്ട് ഇത് ശരിയല്ല എന്ന കണ്ണടച്ച നിഗമനത്തിലേക്ക് ചീഫ് സെക്രട്ടറിക്ക് എങ്ങനെ എത്താൻ പറ്റും? ടോം ജോസിനെതിരെ വന്ന തെളിവുകൾ, വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് 82 തെളിവുകൾ പത്മകുമാറിനെതിരെ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് ജേക്കബ് തോമസിൻ്റെ ടീം അന്വേഷിച്ചു എന്നതുകൊണ്ട് അതിൽ പത്മകുമാർ നല്ലയാളാണ്ടും ജേക്കബ് തോമസ് മോശക്കാരനാണ് എന്ന നിലയിലും, ടോം ജോസ് നല്ലയാളാണ് ജേക്കബ് തോമസ് മോശക്കാരനാണ് എന്ന നിലയിലുമൊക്കെ എങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് എത്താൻ പറ്റും? അല്ല, ഇതെല്ലാം ശുപാർശ മാത്രമാണ്. ചീഫ് സെക്രട്ടറി അന്തിമ തീരുമാനമല്ല പറയുന്നത്, മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ശുപാർശയാണ്. ഓരോ കേസിൻ്റെയും മെറിറ്റ് അടിസ്ഥാനത്തിൽ നോക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഞാൻ ആ റിപ്പോർട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കിയതായതുകൊണ്ടാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടായിട്ട് ഞാനിത് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം ഓരോ കേസിൻ്റെയും മെറിറ്റ് നോക്കി തന്നെയാണ്. കെ എം എബ്രഹാമിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ആ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ കേസിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷേ ചീഫ് സെക്രട്ടറി, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചീഫ് സെക്രട്ടറിയുടെ ഇൻറ്റഗ്രിറ്റി. 2, ഈ കേസുകളുടെ എല്ലാത്തിൻ്റെയും മെറിറ്റ്. ഒരുപക്ഷെ ചീഫ് സെക്രട്ടറി വായിച്ചു നോക്കിയപ്പോൾ പിന്നീട് പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഇൻഡസ്ട്രീസ് സെക്രട്ടറി പോൾ ആൻ്റണിയും വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പിന്നീട് ലോ സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വിജയകുമാർ പരിശോധിക്കണം. ലോ സെക്രട്ടറി നീണ്ട ഒരു റിപ്പോർട്ടാണ് അതിനകത്തുള്ളത്. ആ ഫയൽ മുഴുവൻ വായിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി വിധി വരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാരണവശാലും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യരുതായിരുന്നു എന്നാണ് കേരള സർക്കാരിൻ്റെ നിയമ സെക്രട്ടറി എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം വെച്ചും കൊണ്ടാണ് ചീഫ് സെക്രട്ടറി, അല്ലാതെ വെറുതെ കൈന്നിട്ട് എഴുതിയല്ല, ഇതെല്ലാം വെച്ചും കൊണ്ടാണ് ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് അങ്ങനെയാണെങ്കിൽ പത്മകുമാറിൻ്റെ അറസ്റ്റ് അതിന് സാധുതയില്ല എന്ന് അദ്ദേഹം ആ ഫയലിൽ എഴുതിയത്. ശരി, ഞാൻ താങ്കൾക്ക് മറുപടി ഉണ്ടാവും. ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പഴകുളം മധു, ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ ഒരു വിഭാഗം IAS ഓഫീസർമാരും ഉന്നത ഉദ്യോഗസ്ഥരും വിജിലൻസ് ഡയറക്ടറും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ചേരിപ്പോര്, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ കുടിപ്പക എന്ന നിലയിലൊക്കെ പറയാം എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും ഗൗരവപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് പ്രതിപക്ഷത്തിന് തോന്നിയിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് കൊളാപ്സ് ആണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ IAS ആയിക്കൊള്ളട്ടെ, IPS ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ ഗവൺമെൻറ് പറയാനുള്ളത് എന്താണ്? ഗവൺമെൻറ് ഒരു IPS ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടറായി ഇരിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ടിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. IAS ഓഫീസർ അവരുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ചീഫ് സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിനെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഫയലും നീങ്ങുന്നില്ല, പദ്ധതി എങ്ങും എത്തുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി 12% മാത്രമേ എത്തിയിട്ടുള്ളൂ. കേന്ദ്രം കൊടുത്ത പണത്തിൻ്റെ അക്കൗണ്ടുകളിൽ അങ്ങോട്ടും പണം മാറ്റി ഇട്ടിട്ട് ചെലവഴിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നൊരു ടോട്ടൽ കൊളാപ്സ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് കൊളാപ്സ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ ശ്രീമാൻ ജേക്കബ് തോമസ് അദ്ദേഹം പോർട്ട് ഡയറക്ടർ അയക്കുമ്പോൾ നടത്തിയെന്ന് ഇപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടാൽ, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കണ്ടാൽ കാണുന്ന ഒരാൾക്ക് തോന്നുന്നത് അദ്ദേഹം എന്തൊക്കെയോ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളതാണ്. അത് മുഖ്യമന്ത്രി എന്നല്ല, ചീഫ് സെക്രട്ടറി എന്നല്ല, സാമാന്യ വിവരമുള്ള ഏതൊരാൾ കണ്ടാലും മറ്റൊരു നിയമോപദേശത്തിന് പോകാതെ തന്നെ അപ്പം തന്നെ അതിൽ നടപടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പ്രമാ ഫേസി അതിൽ കേസുണ്ടെന്ന് തോന്നുന്നുവെന്നും അത് ഫോർജറി ഉണ്ടെന്നും ചീറ്റിംഗ് ഉണ്ടെന്നും അതുപോലെ ഇൻറ്റൻഷനലായിട്ട് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയുള്ള വലിയ കുറ്റമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അപ്പം തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെയൊക്കെ വേണം എന്ന് ചീഫ് സെക്രട്ടറി ഫോർവേഡ് ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജേക്കബ് തോമസിനെ പറ്റി അദ്ദേഹം ഒരു മോശം ഓഫീസറാണെന്നുള്ള ആക്ഷേപമൊന്നും എനിക്കില്ല. അതേ അവസ്ഥയിൽ അദ്ദേഹം വിക്ടിമൈസേഷൻ, അദ്ദേഹം ഇപ്പോൾ പത്മകുമാറിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. പത്മകുമാറിനെ വിക്ടിമൈസ് ചെയ്തു, മനഃപൂർവ്വം പിടിച്ചു, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ എല്ലാം കയറി പിടിക്കുന്നു. മുൻമന്ത്രിമാർ, UDF ഗവൺമെൻറ് കാലത്ത് മുൻമന്ത്രിമാർക്കെതിരായി ആരോപണം വന്നപ്പോൾ അത് എന്ത് ധൃതിയായിരുന്നു. ഈ ഗവൺമെൻറ് വന്നപ്പോൾ നൽകിയ ചുമതലയ്ക്ക് ശേഷം ചുമന്ന പേനയും മഞ്ഞപ്പേനയും എടുത്ത് അദ്ദേഹം പാറി പറന്ന് നടക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി ഒരു വലിയ ആരോപണം വരുമ്പോൾ, മന്ത്രിമാർക്കെതിരെ ആരോപണം വരുമ്പോൾ 82 ദിവസമാണ് റിപ്പോർട്ട് എടുക്കാൻ കാത്തിരിക്കേണ്ടി വരുന്നത്. അതുപോലെ മറ്റൊരു മന്ത്രിക്കെതിരായി അന്വേഷണത്തിന് ഉത്തരവിടാൻ വൈകിയതിൻ്റെ പേരിൽ ആരോപണം നേരിടുകയും കോടതി ഇടപെടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അദ്ദേഹത്തിനെതിരായി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്ന വിധത്തിൽ ഈ ജേക്കബ് തോമസിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ചില താല്പര്യങ്ങളുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും ന്യായീകരിച്ച വ്യക്തിയാണ്. പക്ഷേ ഇന്ന് എന്നെപ്പോലുള്ളവർക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ചില ഇൻട്രസ്റ്റുകളുണ്ട്. അദ്ദേഹവും ചില കാര്യങ്ങളിൽ ഇവിടെ ബഹുമാനായ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ അദ്ദേഹവും ചില ഓവർ എന്തൂസിയാസം കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവിടെ അദ്ദേഹത്തെ നിലനിർത്തണം എന്ന് ഗവൺമെൻറ്റിന് തോന്നുന്നു. അതേ അവസരത്തിൽ ഗവൺമെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമായ IAS ലോബിയുടെ ഇൻട്രസ്റ്റുകളെ, അവർക്കൊരു ഫയലിൽ ഒരു കുറിപ്പ് എഴുതാൻ കഴിയാത്തവണ്ണം
അവരെ പിന്നോട്ട് വലിക്കുന്ന വിധത്തിലുള്ള ഒരു അനാർക്കി ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇതിലൊന്നും ഫലപ്രദമായി ഇടപെടാൻ കഴിയാതെ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ നോക്കുകുത്തികളായിരിക്കുന്നു. ഞാൻ വരാം ശ്രീ പഴകുളം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM മനോജ്, ഇതിന്റെ ഒരു ഫലം, ഇതിന്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ശ്രീ മധു ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള പ്രശ്നങ്ങളാവും. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ നീങ്ങുന്നില്ല. ഫയലുകൾ നീക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ എന്തിന് വെറുതെ ഞങ്ങൾ വിജിലൻസ് അന്വേഷണം പിടിച്ചു വാങ്ങുന്നു, അല്ലെങ്കിൽ ജേക്കബ് തോമസിന് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു എന്ന നിലയിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നു. ഫയലുകൾ നീങ്ങുന്നില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതിൽ തടസ്സങ്ങളുണ്ട്. അതിൻ്റെ കാരണം വിജിലൻസിൻ്റെ ഇടപെടലാണ്, അല്ലെങ്കിൽ ജേക്കബ് തോമസിൻ്റെ ഇടപെടലാണ് എന്നൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ IAS ഉദ്യോഗസ്ഥരിൽ ചിലരും ജേക്കബ് തോമസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നു വരുന്നത്. പക്ഷേ അവിടെ ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നതാണ് അതിലെ വിമർശനമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ഗവൺമെന്റിന്റെ ഇടപെടലാണ് നമ്മളിപ്പോൾ ഇന്ന് നടത്തുന്ന ചർച്ച. അതായത് ജേക്കബ് തോമസിനെതിരെ ധനകാര്യ പരിശോധനാ വിഭാഗം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് 100 പേജുള്ളതാണ്. അതിന്റെ മെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്. സാധാരണ ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ അനിവാര്യമായിട്ടും വേണ്ട ചീറ്റിംഗ് ഉണ്ട്, മിസ്റെപ്രസെന്റേഷൻ ഉണ്ട്, അതുപോലുള്ള കേസിന്റെ സ്വാഭാവിക ചേരുവകളൊക്കെ ഉണ്ട്. അതിന് മറുപടിയായിട്ട് ജേക്കബ് തോമസിന്റെ വിശദീകരണമുണ്ട്. അത് താൻ ഇങ്ങനെ ഒരു കരാറിൽ എത്താൻ കാരണം അത് AMC, അതായത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ അത് മെറിറ്റിലേക്ക് പോകാൻ, ആ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ ഈ ഒരു ജേക്കബ് തോമസ് വിചാരിച്ചത് കൊണ്ട്, ഒരു ജേക്കബ് തോമസിനെ പേടിച്ച് കേരളത്തിലെ ഭരണം ആകെ സ്തംഭിച്ചിരിക്കുന്നു എന്ന അതിശയോക്തിപരമായ നിഗമനങ്ങളിലേക്ക് നാം എത്തണ്ട. ചില കുഴപ്പങ്ങളുണ്ട്. ആ ചില കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ഒരു വലിയൊരു തുടർച്ചയുണ്ട്. അഴിമതിയുടെ, അരാജകത്വത്തിന്റെ, അനീതിയുടെ, ഈ ജേക്കബ് തോമസ് ഉൾപ്പെടെയുള്ള വിജിലൻസിലെ നട്ടലുള്ള ഉദ്യോഗസ്ഥരെ പിടിച്ച് കെട്ടിവെച്ചതിന്റെ, അവർക്ക് ചുമതല നൽകാത്തതിന്റെ, അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നോക്കുകുത്തിയാക്കിക്കൊണ്ട് അഴിമതിയുടെ ഉത്സവം നടത്തിയതിന്റെ ഒരു തുടർച്ച ഇവിടെ ഇല്ലാതാക്കാനുള്ള ശ്രമം. ആ ശ്രമം നടക്കുമ്പോൾ സ്വാഭാവികമായും കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ശ്രമം നടക്കുമ്പോൾ ഈ അഴിമതിക്കാർ, ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായുള്ള അഴിമതിക്കാരെന്ന് എല്ലാ തെളിവും അവശേഷിപ്പിച്ചിട്ടല്ലോ പോയിട്ടുണ്ടാവുക. അങ്ങനെ പോവുകയില്ലല്ലോ. ഇവർ വലിയ കള്ളന്മാരല്ലേ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഈ കള്ളത്തരങ്ങൾ പിടിച്ചെടുക്കാൻ, തെളിവുകൾ എടുക്കാനുള്ള ഈ അമാനുഷിക ശക്തിയൊന്നുമില്ലല്ലോ ജേക്കബ് തോമസിന്, അമാനുഷിക ശക്തി ഇല്ലല്ലോ വിജിലൻസിന്. അത് സമയമെടുക്കും. ഇപ്പം മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്നു ഈ കടുംപെട്ട് ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ. ആ പരിശോധിച്ച് കടൽ പോലെ കിടക്കുകയാണ്, എത്തുന്നില്ല എവിടെയും. കാരണം അത് അത്രയും മാത്രമാണ് അഴിമതിയുടെ വ്യാപ്തി. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഒരു സാവകാശം അത് പോലീസിനും വിജിലൻസിനും ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരാൾ, ആ അച്ചുതണ്ടിലാണ് വിജിലൻസ് മുഴുവൻ കറങ്ങുന്നത്. അതിൻ്റെ മറവിലാണ്, അതിൻ്റെ ചുറ്റുമാണ് ഈ ഗവൺമെൻറ് സർക്കാർ സംവിധാനം മുഴുവൻ കറങ്ങുന്നത് എന്ന ധാരണയൊന്നും ആർക്കും വേണ്ടതില്ല. നമ്മൾ പലപ്പോഴും ഈ വ്യക്തികളെ വല്ലാതെ അങ്ങ് പൂജിക്കും, അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് ഇകഴ്ത്തും. എന്നിട്ട് ഈ വ്യക്തി കേന്ദ്രീകൃതമാണ് എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ സ്വയം അങ്ങ് തീരുമാനത്തിലെത്തും. അതിന്റെ ഭാഗമായിട്ടാണ് ജേക്കബ് തോമസ് എന്താ ഈ പുണ്യവാളനോ? ജേക്കബ് തോമസ് ഒരു കാലത്തും തെറ്റുപറ്റാത്ത ആളാണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ SM വിജയാനന്ദ് ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടത്തിലും തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനാണ് എന്നും ഞാൻ പറയില്ല. ഇത് വസ്തുതകളായി മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർന്നു വരുന്ന വിഷയങ്ങളെ കാണേണ്ടത്. അല്ലാതെ ആ മനുഷ്യൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തില്ല, അതുകൊണ്ട് ഇനിയും ചെയ്യില്ല എന്ന് പറയുന്നത് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? പലപ്പോഴും ഒരു കുറ്റവാളി ഒരു കൊലക്കുറ്റം നടത്തുന്നത് ആ ജനിച്ചു വീഴുന്നത് മുതൽ കൊല ചെയ്തിട്ടാണ് ഒരാൾ കൊലക്കുറ്റം നടത്തുന്നത്. അത് പ്രത്യേക സന്ദർഭത്തിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഇപ്പോൾ ജേക്കബ് തോമസിനെതിരായിട്ട് വന്ന വിഷയം, അത് ധനകാര്യ പരിശോധനാ വിങ്ങിന്റെ ഈ സുദീർഘമായ റിപ്പോർട്ട്, അതിന്മേൽ ചീഫ് സെക്രട്ടറിയും ഈ പറഞ്ഞ പോലെ എല്ലാ തെറ്റിനും അതീതനല്ല. അദ്ദേഹം ശുപാർശ കൊടുത്തിരിക്കുന്നു. ഒരു കേസിൽ ശിക്ഷിക്കാൻ ശുപാർശ കൊടുക്കുന്നു, മറ്റൊരു കേസിൽ ശിക്ഷിക്കേണ്ടെന്ന് ശുപാർശ കൊടുക്കുന്നു. അതും അതിന്റെ മെറിറ്റിലാണ് പരിശോധിക്കേണ്ടത്. അത് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ആർബിട്രേറ്ററായിട്ട് തീരുമാനം എടുക്കുകയാണോ? അല്ല. നിയമവശം എന്താണെന്ന് പരിശോധിക്കണം. ആ നിയമവശമാണ് DGP കൊടുക്കുക, അതിന്റെ ശുപാർശയാണ് DGP കൊടുക്കുക. അതിലൊന്നും ഇങ്ങനെ വല്ലാതെ രാഷ്ട്രീയം കറച്ച് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ശ്രീ ജേക്കബ് ജോർജ്, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ജേക്കബ് തോമസ് ഒരു കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ ധനകാര്യ പരിശോധനാ വിഭാഗം തന്നോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു. താൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിൽ മാത്രം
ഒരു കാര്യക്ഷമമായ പരിശോധന അല്ലെങ്കിൽ സൂക്ഷ്മമായ പരിശോധന നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. മറ്റു വകുപ്പുകളിലൊന്നും ഈ പരിശോധന കാണുന്നില്ലല്ലോ. ഇത് തന്നെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിൽ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയതായി നമ്മൾ കാണുകയുണ്ടായി. ഒപ്പം തന്നെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ജേക്കബ് തോമസിനെതിരെ ഇപ്പോൾ IAS ഉദ്യോഗസ്ഥരടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലപ്പോഴും പരിഗണിച്ച് തീരുമാനമെടുത്തിട്ടുള്ളവയാണല്ലോ. അതിന്മേൽ വീണ്ടും ഒരു പരിശോധനയുടെ ആവശ്യമുണ്ടോ? ഫലത്തിൽ ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടറെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ വഴിവിട്ട് സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹത്തിൻ്റെ നടപടികളുമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം. ഈ സമീപനം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും ഈ വിഷയം ഇപ്പോൾ നേരത്തെ CR ചൂണ്ടിക്കാട്ടിയതുപോലെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ളതാണ് ഒന്ന്. ആ ഘട്ടത്തിൽ കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളതുമാണ് ഈ ആരോപണങ്ങൾ. സ്വാഭാവികമായും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സർക്കാർ ഈ ഉദ്യോഗസ്ഥനൊപ്പം നിൽക്കുകയല്ലേ ഉള്ളൂ. അത് എന്താണെങ്കിലും സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കാം. സർക്കാർ ഏത് നിലപാട് സ്വീകരിച്ചാലും അതിനകത്ത് രാഷ്ട്രീയമുണ്ടായിരിക്കും. കാരണം ജനാധിപത്യ സംവിധാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മുഖ്യമന്ത്രിയൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയമുണ്ട്, ഗവൺമെൻറ്റിനും രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീരുമാനം തീരുമാനം എന്തോ ആവട്ടെ, നമുക്ക് അതിനുശേഷം അതിൻ്റെ റിപ്പർക്കഷൻസ് പിന്നീട് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ജേക്കബ് തോമസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ജേക്കബ് തോമസിനെ തന്നെ തിരഞ്ഞെടുത്ത് വിജിലൻസ് പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അധീനനാക്കിയത്. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ UDF ഭരണകാലത്തെ അതിശക്തമായ അഴിമതി ആരോപണങ്ങൾ, അതിനെ അതിജീവിച്ച് അതിനെ വെല്ലുവിളിച്ച ഭരണത്തിലേറിയ ഇടതുപക്ഷം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്ന പിണറായി വിജയൻ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ജേക്കബ് തോമസിനെ വിജിലൻസിൻ്റെ തലപ്പത്തെത്തിയത്. ഞാൻ ചോദിക്കട്ടെ, എവിടെ എത്തി വിജിലൻസ് കേരളത്തിൽ? ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ ഇന്ന് വരെ എന്തൊക്കെ അഴിമതികൾ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്? 8 മാസമായില്ലേ? ഒരു പ്രധാനപ്പെട്ട ഒരു കാലയളവ് കഴിഞ്ഞിരിക്കുന്നു. കെ ബാബുവിനെതിരെയുള്ള അന്വേഷണം മുതൽ അങ്ങോട്ട് എത്രയും. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിജയകുമാർ ഒരു കാര്യം ഞാൻ നേരത്തെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്. IAS IPS ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ ഒരു ഭാഗത്ത് ജേക്കബ് തോമസ് തനിയെ നിൽക്കുന്നു, എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്. മറുവശത്ത് IAS IPSകാരെല്ലാവരും നിൽക്കുന്നു. അത് ഒരു സമൂഹം ഒന്നിച്ച്. അപ്പോൾ ഒരു സമൂഹം ഒന്നിച്ച് ഒരു വ്യക്തിയെ പേടിച്ച് കഴിയുന്നു. ഒരു വ്യക്തി ഒരു സമൂഹത്തിനെതിരെ ഞാൻ ഇപ്പം പിടിക്കും, മഞ്ഞക്കാട് കാണിക്കും, ചുവന്ന കാർഡ് കാണിക്കും, ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, ഇപ്പം ഞാൻ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. എവിടെയാണ്, എന്താണ്, ആർക്കാണ് തെറ്റ്? തീർച്ചയായിട്ടും ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കപ്പുറത്ത് ഈ ഒരു KM എബ്രഹാം കൊടുത്ത കേസിൻ്റെ മെറിറ്റ്, ആ കേസിനകത്ത് എന്തെങ്കിലും വിലയോ സാങ്കത്യമോ ഉള്ള പോയിന്റുകളുണ്ടോ, ആരോപണങ്ങളുണ്ടോ, അതിനുള്ള തെളിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ 11 പേജ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അത് വായിക്കുമ്പോൾ നമുക്ക് ഗുരുതരമായ ഒരു സ്വഭാവമാണ് മനസ്സിലാക്കുക കഴിയുക. തീർച്ചയായിട്ടും ടോം ജോസിനെതിരെയുള്ള നടപടി, അതുപോലെ പത്മകുമാറിനെതിരെയുള്ള നടപടി, ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 ത്രാസിൽ വെച്ച് തൂക്കേണ്ട കാര്യമല്ല. ഓരോ കേസിനും ഓരോ മെറിറ്റുണ്ട്. ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നിയമോപദേശകരും നിലപാടെടുക്കാൻ, തീരുമാനമെടുക്കാൻ. ശ്രീ CR നീലകണ്ഠൻ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിജിലൻസ് ഡയറക്ടർ ഉപരിപ്ലവമായ ചില കാര്യങ്ങളിൽ മാത്രം ഇടപെടൽ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇപ്പോൾ ബാർ കോഴ കേസ് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കൃത്യമായി ഒന്നും പറയാനില്ല. പാറ്റൂർ കേസിൻ്റെ കാര്യത്തിൽ പരാതിക്കാരനായ VS ഇതേ ചോദ്യം ചോദിച്ചു. അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് അഴിമതി കേസ് അങ്ങനെ പറഞ്ഞ് കെ ബാബുവിനെതിരായ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എവിടെയാണ്? കോടതിയിൽ പിന്നീട് പേപ്പറുകളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ നിരവധി കേസുകളിൽ, വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ വിജിലൻസിന് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ വരണമായിരുന്നു. ഇന്നും പാറ്റൂർ കേസിൻ്റെ കാര്യത്തിൽ ഒരു തൽസ്ഥിതി റിപ്പോർട്ടാണ് കൊടുത്തത്. ടൈറ്റാനിയം കേസിൽ വിജിലൻസ് കോടതി വിമർശിച്ചു, സാക്ഷികളുടെ മൊഴിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല. ഒരു സാക്ഷി KK രാമചന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നില്ല. ഹാജരാവാത്ത സാക്ഷിയുടെ വീട്ടിൽ പോയി മൊഴിയെടുക്കണമല്ലോ, അത് വിജിലൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വിജിലൻസ് നേരിടുകയാണ്. സ്വാഭാവികമായും വിജിലൻസ് ഡയറക്ടറിൽ സർക്കാർ ഇത്ര വലിയ വിശ്വാസം അർപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? അല്ല, ഒന്ന്, ഇപ്പോൾ 8 മാസമായി വിജിലൻസ് ഡയറക്ടർ വളരെ പിന്നിലാണ്, സ്ലോ ആണ് എന്ന വിജയകുമാറിൻ്റെയും നേരത്തെ പറഞ്ഞ ആളുകളുടെ അഭിപ്രായം ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് ആ വിമർശനമുണ്ട്. ബാർക്കോഴ കേസിലും ടൈറ്റാനിയം കേസിലും ഒക്കെ എനിക്ക് ആ വിമർശനമുണ്ട്. പക്ഷേ കഴിഞ്ഞ 60 കൊല്ലമായി ഇവിടെ ഏതെങ്കിലും വിജിലൻസ് അന്വേഷണം മുമ്പോട്ട് പോയി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അവിടെയാണ് ആദ്യത്തെ ചോദ്യം.
60 വർഷമായി എത്ര വിജിലൻസ് അന്വേഷണം ഇവിടെ പക്ഷെ നടന്നിട്ടുണ്ട്? അന്നുള്ള വിജിലൻസ് ഡയറക്ടറെ പോലെ അല്ല ഇത്. അതവിടേക്കാണ് ഞാൻ വരുന്നത്. അവിടെയാണ് ഞാൻ വരുന്നത്. അന്ന് വിജിലൻസ് ഡയറക്ടർക്കെതിരെ ആർക്കും പരാതിയില്ല. എല്ലാവരും എന്ത് അന്വേഷണം വന്നാലും ആരും നടത്തും, ആര് പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ അന്വേഷിച്ചാൽ ബലമുണ്ടാകുമോ എന്ന ആശങ്കയേ ഉള്ളൂ, തീരുമാനമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം 8 മാസം കൊണ്ട് ഈ ഡയറക്ടർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് 60 വർഷം കൊണ്ട് ഇവിടെ ഒരു വിജിലൻസ് ഡയറക്ടറും ചെയ്തില്ല എന്നതും കൂടി താരതമ്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്, ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു, ഫൈനാൻസ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചന സംബന്ധിച്ച്, ഒരു ക്രിമിനൽ അഴിമതി സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന റിപ്പോർട്ടിനേക്കാൾ ജുഡീഷ്യൽ വാലിഡിറ്റി ഉണ്ട് വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ടിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് അങ്ങനെയാണ് കോടതി എടുക്കുക. ചീഫ് സെക്രട്ടറി റിപ്പോർട്ടും കൊണ്ട് നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റില്ല. ഒരു പക്ഷേ ഹൈക്കോടതി പോയി റിട്ട് മേടിക്കാം. പക്ഷേ ഒരു ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുന്നത് ആരാ? ഒരു വിജിലൻസ് ആണ്. അപ്പം അവിടെ ഒരു കേസിൽ, ഇപ്പോൾ നേരത്തെ അദ്ദേഹം കമ്പയർ ചെയ്യാൻ പറഞ്ഞു, ഒരു കേസിൽ വിജിലൻസ് ആണ് ചാർജ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, കുറ്റപത്രം. മറുവശത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇനി അദ്ദേഹം പറഞ്ഞു അത് ഞാൻ വിജയാനന്ദ് മോശപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ IAS ഗ്രൂപ്പുകാർ ഒന്നിച്ചു നിന്ന് ഒരു വലിയ പോരാട്ടം നടത്തിയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൃത്യമായും സംശയമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവർ ചില താല്പര്യങ്ങൾ, ചിലപ്പോൾ വിജയാനന്ദ് അഴിമതിക്കാരനാണോ എബ്രഹാം അഴിമതിക്കാരനാണോ എന്നല്ല, അഴിമതിക്കാരുടെ മേലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരുമ്പോൾ ഇവിടെ ഇതാ സംഘം ചേരൽ നടക്കുന്നു. അതുകൊണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനത് മുഴുവൻ എടുക്കുന്നില്ല, വിജയാനന്ദ് മാത്രം നല്ല ആൾ, മറ്റേയാൾ ജേക്കബ് തോമസ് മോശം അല്ലെങ്കിൽ ഉപരിപ്ലവം എന്ന് ഞാൻ കാണുന്നില്ല. തീർച്ചയായും ഇവിടെ വരുന്ന മുഴുവൻ അന്വേഷണ കേസുകളും ഞാൻ അതിനാ പറയണേ, ഏത് ആരോപണം വന്നാലും കൃത്യമായി അന്വേഷിച്ച് അത് ജുഡീഷ്യലി വാലിഡ് ആവണം. ഇനി ഇവിടെ ഒരു കാര്യം കൂടി വിജയകുമാറേ, ഇപ്പോൾ ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറി റിപ്പോർട്ടില്ലേ ഇപ്പോൾ മുഖ്യമന്ത്രി അയച്ചത്, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിൽക്കുകയല്ലേ. ആദ്യം വിജയകുമാർ ചോദിച്ച പോലെ അത് വരട്ടെന്നേ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇതിൽ മെറിറ്റുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ കോടതി പറയുകയാണ് ഇപ്പോൾ തൽക്കാലം ഇതിൽ മെറിറ്റില്ല, അങ്ങനെ ചില കേസുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മറ്റ് ഒരു നിയമോപദേശത്തിന് പ്രസക്തി ഉണ്ടാവില്ലല്ലോ. കാരണം ഒരു ക്രിമിനൽ കോടതി അതിൻ്റെ ജൂറിസ്പ്രുഡൻസ് ഉപയോഗിച്ച് പറയുമ്പോൾ മറുവശത്ത് എനിക്ക് തോന്നുന്നില്ല ഉടനെ അഡ്വക്കേറ്റ് ജനറൽ അതിനെ മറികടന്ന് അല്ലെങ്കിൽ DGP അതിനെ മറികടന്ന് ഇയാൾ കുറ്റക്കാരനാണെന്ന് പറയുമെന്ന്. പിന്നെ ഇതിൽ അന്തിമമായി ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, രാഷ്ട്രീയമാണ് തീരുമാനം. ഇനി രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ അറിയുക. നിയമപരമായി ഇപ്പോൾ DGP പറഞ്ഞു ഞാൻ മാറ്റി എന്ന് മുഖ്യമന്ത്രിക്ക് പറയാം. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി പറയുമോ? അതാണോ അതിൽ വരാൻ പോകുന്നത്? ഞാൻ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ ഈ ഗവൺമെൻറ്റിന് അത് വലിയ ക്ഷീണമുണ്ടാക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു രാജ്യം, ഒരു സംസ്ഥാനത്തിന് അതിൽ നിന്ന് ഒരു മോചനമുണ്ടാകും എന്ന് കരുതി തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ ജയിപ്പിച്ചത്. ജേക്കബ് തോമസിനെ മുമ്പിൽ നിർത്തുന്നതോടുകൂടി ഇത് അഴിമതിക്കെതിരായ നിലപാടുള്ളൊരു സർക്കാരാണ് എന്ന് ആ സർക്കാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ PM മനോജിനെയും അടക്കം പിണറായി വിജയനെയും നിരവധി തവണ അഴിമതി കേസിൽ വിമർശിച്ചിട്ടുള്ള ഞാനടക്കമുള്ള ആളുകൾ ഇതിനെ പിന്താങ്ങുന്നത് കൃത്യമായും ഇതിൽ നിലപാടുണ്ട് എന്നതുകൊണ്ടാണ്. ആ നിലപാട് അവർ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇതേ ചോദ്യം ഇതേ വേദിയിൽ PM മനോജിനോട് നമുക്ക് ചോദിക്കേണ്ടി വരും. ശ്രീ പഴകുളം മധു, ഇതിൽ വളരെ കൗതുകമുള്ള ഒരു കാര്യം, വിജിലൻസ് എല്ലാ സമയത്തും ഇത്തരത്തിൽ വാർത്തകളിൽ നിറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും വിജിലൻസ് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. അന്ന് ജേക്കബ് തോമസിനെ ആ വകുപ്പിൻ്റെ ഏതെങ്കിലും തന്ത്രപ്രധാനമായ ഭാഗത്തിരുത്തിയാൽ പ്രശ്നമുള്ളത് കൊണ്ട് നിരന്തരമായി തട്ടിക്കളിക്കുകയായിരുന്നു അന്ന്. ആ സമയത്ത് അതായിരുന്നു അന്നത്തെ ചർച്ചകളുടെ പ്രധാനപ്പെട്ട ഭാഗവും അതുതന്നെയായിരുന്നു. ജേക്കബ് തോമസിന് ഒരു ഇരിപ്പിടം കിട്ടുന്നില്ല, നടപടിയെടുക്കാൻ ഒരുങ്ങുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഉദ്യോഗസ്ഥൻ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അതിന് വിഘാതം സൃഷ്ടിക്കുന്നു, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, കോടതികളിൽ കേസുകൾ എത്തുന്നു, നിരന്തരമായി വിജിലൻസ് കോടതികൾ കേസുകൾ കൊണ്ട് നിറയുന്നു. നടപടികളും ആക്ഷനും ഒക്കെ ഈ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശമായി താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, എത്ര മാസമായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്? ഇപ്പം KM എബ്രഹാം പറയുന്നതാണോ ശരി,
അതോ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ജേക്കബ് തോമസ് പറയുന്നതാണോ ശരി? ഏതാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് എന്തായാലും ഈ എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ ബന്ധത്തെ വിശ്വാസത്തിലെടുക്കാതെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഗവൺമെൻറ്റിന് മുൻപോട്ട് പോകണമെങ്കിൽ അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടേ പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആരുടെ ഭാഗത്താണ് കുറ്റം? കഴിഞ്ഞ ഗവൺമെൻറ് കുറേ കുറ്റങ്ങൾ ചെയ്തല്ലോ, കുറേ അഴിമതി കാണിച്ചെന്നാണല്ലോ ജേക്കബ് തോമസ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത്. ആ ജേക്കബ് തോമസ് ആണല്ലോ ചില ഭൂതങ്ങളെ തുറന്നു വിട്ടത്. അതിൻ്റെ ഗുണഭോക്താക്കളാണല്ലോ ഈ ഗവൺമെൻറ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ആ സ്ഥാനം തിരുത്തേണ്ടി വന്നത്. അല്ല അദ്ദേഹത്തിലുള്ള വലിയ വിശ്വാസം കൊണ്ടോ അദ്ദേഹം നീതിബോധമുള്ള ഏക ഓഫീസറായതുകൊണ്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചില കൊടുക്കൽ വാങ്ങലുടെ കാര്യമാണ്. ഈ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ഒരുപക്ഷെ ജേക്കബ് തോമസിനെ ഇപ്പോൾ പറഞ്ഞു വിടാൻ വൈമുഖ്യം ചിലപ്പോൾ ഉണ്ടാകും. കാരണം അവർ തന്നെ പിന്നെ കുടുക്കിലായിരിക്കുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കുക, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ മാറി നിൽക്കാൻ പറയാൻ കഴിയുമോ? അദ്ദേഹം ശരിയാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ IAS ലോബി മൊത്തം എന്താണ് ഇവർക്കെതിരാകും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെതിരായി ഇല്ലാത്തതും ഉള്ളതുമായ ആരോപണം എല്ലാം കുത്തിപ്പോക്കി കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റിനെയും അതിലുള്ള മന്ത്രിമാരായ വ്യക്തികളെയും അധിക്ഷേപിക്കാനും മറ്റും നടത്തിയ പരിശ്രമങ്ങൾ ഇന്നെങ്ങും എത്തിയിട്ടില്ല. ജനങ്ങളാകെ വിശ്വസിച്ചു കഴിഞ്ഞ ഗവൺമെൻറ് കുറേ കുഴപ്പം ചെയ്തെന്ന്. ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭാ ഉപസമിതിയും ഈ ജേക്കബ് തോമസിൻ്റെ ആ കസേരയിലൊക്കെ ഇരുത്തിയിട്ടും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ജേക്കബ് തോമസിനെതിരായിട്ട് ആരോപണം വരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കരുതുന്നത് അദ്ദേഹം തന്നെ സ്വമേധയാ ഞാൻ ഈ സ്ഥാനത്ത് തൽക്കാലം ഇരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ്, പോലീസ് അന്വേഷിക്കട്ടെ, എന്നെ കുറ്റവിമുക്തനാക്കട്ടെ, ഞാൻ ഈ കുറ്റവിമുക്തനായി പുറത്തു വരാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. SM വിജയാനന്ദൻ വളരെ മാന്യനായിട്ടുള്ള ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് എല്ലാ IASകാരും ശരിയായിട്ടുള്ള ആൾക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. IPSലും IASലും എല്ലാം കുഴപ്പക്കാരുണ്ടാകാം. പക്ഷേ ജേക്കബ് തോമസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ഞാൻ അദ്ദേഹം കുറ്റക്കാരാണെന്ന് പറയുന്നില്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ട് ഇത്തരം ചില കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ജേക്കബ് തോമസ് കേരളത്തിലെ മുൻ മന്ത്രിമാരെ കൊടുക്കാൻ ശ്രമിച്ചത്, ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം മാത്രമേ കാണിക്കേണ്ടതുള്ളൂ. പക്ഷേ CR നീലകണ്ഠൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷേ CR നീലകണ്ഠനും ജേക്കബ് തോമസിനും KM എബ്രഹാമിനും പത്മകുമാറിനും K ബാബുവിനും എല്ലാം ഈ രാജ്യത്ത് നീതി കിട്ടണം. എല്ലാവർക്കും ഒരുപോലെ നീതി വേണം. ജേക്കബ് തോമസ് ഇതിനെല്ലാം അതീതമായി ഉയർന്നു വന്ന ജനമനസ്സുകളിൽ അദ്ദേഹം ക്ലീനായ ഇമേജ് ഉള്ള ഒരാളാണെന്ന് വന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ആരോപണം വരുമ്പോൾ അദ്ദേഹം തന്നെയാണ് സ്വമേധയാ മുൻപോട്ട് വന്ന് എന്നെക്കുറിച്ച് ആരോപണം അന്വേഷിക്കൂ, ഞാൻ തെറ്റുകാരനെ ശിക്ഷിക്കൂ എന്ന് പൊതുസമൂഹത്തോടും ഈ പറയേണ്ട ഉത്തരവാദിത്വം ഇൻഡിവിജ്വലി ജേക്കബ് തോമസിനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതേവശം ഞാൻ അദ്ദേഹം കുറ്റക്കാരാണെന്ന് വിശ്വസിക്കുന്നുമില്ല. ഈ ഗവൺമെൻറ്, ഇവിടെ ഇത് ഗവൺമെൻറ് ഉണ്ടോ? ആർക്ക് എന്തും ചെയ്യാം. ഗവൺമെൻറ് പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിടാതെ, അല്ലെങ്കിൽ തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല, അദ്ദേഹം നീതിമാനാണെന്ന് നിയമസഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറ്റാരോപണങ്ങൾ, നടപടി നിർദ്ദേശങ്ങൾ, അത് ശരിയാണെന്നോ തെറ്റാണെന്നോ അദ്ദേഹത്തിന് സ്വമേധയാ കണ്ടെത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നു. ആരെ കൊല്ലണം ആരെ തള്ളണം എന്നറിയില്ല. ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെ എങ്ങനെ മുൻപോട്ട് നയിക്കണം എന്ന് അറിയാത്ത വിധത്തിൽ അദ്ദേഹവും എത്തപ്പെട്ടിരിക്കുന്നു, ഈ ഗവൺമെൻറ്റും എത്തപ്പെട്ടിരിക്കുന്നു. ഗവൺമെൻറ് നയിക്കുന്ന പാർട്ടിയും വല്ലാതെ ധർമ്മസങ്കടത്തിൽ എത്തിയിരിക്കുന്നു. അതാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ തക്കം പാത്ത് കാത്തിരിക്കുകയാണ്. ശ്രീ PM മനോജ്, ഞാൻ വരാം. ശ്രീ പഴകുളം മധു താങ്കളിലേക്ക് വരാം. ശ്രീ PM മനോജ്, ഇവിടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് VS ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ IAS IPS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഈ ചേരിപ്പോര് അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നത്. അത് നമ്മൾ നേരത്തെയും ഈ വിഷയം പരിശോധിച്ചിട്ടുള്ളതാണ്. അടിസ്ഥാനപരമായ കാര്യം, ഈ പ്രശ്നങ്ങളുടെ എല്ലാം വേര് നമ്മൾ ചികഞ്ഞു പോയാൽ ഈ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഈ ചേരിപ്പോരും കുടിപ്പകയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകപോക്കലും ഒക്കെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കിടക്കുന്നതെന്ന് ബോധ്യപ്പെടും. ഈ പ്രശ്നം തീർക്കാൻ, ആത്യന്തികമായി ഈ പ്രശ്നം തീർക്കാൻ ഈ ഫയലുകൾ നീങ്ങുന്നില്ല എന്നതടക്കം അതിൻ്റെ എല്ലാം കാരണം ഇതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം തീർക്കാൻ സർക്കാർ ഇടപെടാൻ വൈകുന്നുണ്ടോ എന്ന ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നു. പ്രതിപക്ഷം സർക്കാർ ആ നിലയ്ക്ക് നിഷ്ക്രിയമാണെന്ന് പറയുന്നു. ആ വിമർശനങ്ങൾക്കൊക്കെ കാരണം ഈ IAS IPS ഉദ്യോഗസ്ഥരിൽ ചിലർ പരസ്പരം ചേരിതിരിഞ്ഞ് ഈ രീതിയിൽ വൈര്യനിര്യാതന ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ? അല്ല, വൈകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ശരിയായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ചില ചേരിപ്പോരുകളും ഒക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലം
ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കായിരുന്നു മുൻതൂക്കം. കാരണം ഈ പങ്കുവെക്കൽ. അപ്പോൾ ഇപ്പോഴീ പങ്കുവയ്ക്കൽ അങ്ങനെ അനുവദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശോധന വരുന്നു, സ്ക്രൂട്ടിനി വരുന്നു, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കപ്പെടുന്നു. നമ്മളീ പറയുന്ന പിന്നെ ഒരു തെറ്റിനും ഒരിക്കലും അടിപ്പെടാത്ത ആളുകൾ എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞ് വിശ്വസിപ്പിക്കാറുള്ള ആളുകളടക്കം സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നു എന്നൊരവസ്ഥ ഇന്നുണ്ട്. ആ അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും എന്നെ പിടിക്കാൻ പാടില്ല എന്ന് ഓരോ ഉദ്യോഗസ്ഥരും, ഇവരൊന്നും സാധാരണക്കാരല്ല. ഇപ്പോൾ ടോം ജോസ് എന്താ സാധാരണ എന്നെയും വിജയകുമാറിനെയും പോലെ അല്ലെ ശ്രീ മധുവിനെയും പോലെയുള്ള ആളാണോ? വലിയ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണ്. സ്വാഭാവികമായി ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ, ഇതുവരെ സ്വത്ത് ആർജിച്ച സ്വത്തിൻ്റെ 65% അനധികൃത സമ്പാദ്യമാണെന്നാണ് അദ്ദേഹത്തിനെതിരായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ഈ സ്വത്ത് വിട്ടുകളയാൻ തയ്യാറാവോ? ഈ പദവി വിട്ടുകളയാൻ തയ്യാറാവോ? അപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നത് ഗവേഷണം നടക്കും. ആ ഗവേഷണം നടക്കുമ്പോൾ ചേരിപ്പോരുണ്ടാവും. അപ്പോൾ സീനിയർ IAS ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സീനിയർ IPS ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് പോകും, ജൂനിയർ ഉദ്യോഗസ്ഥർ അവർക്കെതിരായിട്ട് നിൽക്കും. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് എടുക്കുന്ന ഗവൺമെൻറ്റും അതുപോലെ ഭരണ സംവിധാനവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ചേരിപ്പോരിന് പുതിയ മാനം വരുന്നു. സ്വാഭാവികമായും ഗവൺമെൻറ് ഇടപെടൽ നടക്കുന്നു. അതുകൊണ്ടാണ് ഗവൺമെൻറ് നേരായ രീതിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന നിർബന്ധം കൊണ്ടാണല്ലോ ജേക്കബ് തോമസിനെതിരായി. ജേക്കബ് തോമസ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീ CR നീലകണ്ഠനും അതുപോലെ നേരത്തെ ജേക്കബ് ജോർജും പറഞ്ഞ ചില ഉദ്യോഗസ്ഥർ നല്ലവരാണ്. ആ അഭിപ്രായത്തിൽ ഞാൻ എത്തുന്നില്ല. നമ്മൾ ആരും പിന്നെ എല്ലാം തികഞ്ഞവരല്ല എന്ന ധാരണയിൽ നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അടുത്ത നടപടി, ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നു, KM എബ്രഹാമിൻ്റെ റിപ്പോർട്ട് വന്നു. ആ KM എബ്രഹാമും ജേക്കബ് തോമസും തമ്മിൽ നേരത്തെ വിഷയങ്ങളുണ്ട്. ഈ ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തമ്മിൽ ചില വാഗ്വാദം ഉണ്ടായി എന്നടക്കം, അല്ലെങ്കിൽ സൂപ്പർ മുഖ്യമന്ത്രി ചമയുണ്ടായി എന്ന് പറഞ്ഞു എന്നടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. അത് എത്ര തന്നെ വെയ്ഗാവട്ടെ, എത്ര തന്നെ സ്പെസിഫിക് ആവട്ടെ, അത് നിയമത്തിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നല്ലേ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക. അല്ലാതെ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ എന്നാ പിന്നെ ഈ ജേക്കബ് തോമസ് അവിടെ മാറി നിൽക്ക്, അങ്ങനെയല്ലേ ഉണ്ടായത്? ചില കേസന്വേഷണത്തിൽ നിന്ന് നമുക്കറിയാലോ, ബാർക്കോഴ കേസന്വേഷണത്തിൽ ജേക്കബ് തോമസിന് പങ്കുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുമതലയുണ്ടോ ഇല്ലയോ, ഇവിടെ തർക്ക വിഷയമായിരുന്നു. ഉമ്മൻചാണ്ടി ഒന്ന് പറഞ്ഞു, പരസ്യമായ ഉദ്യോഗസ്ഥനെതിരെ ഉമ്മൻചാണ്ടി വന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിൽ വന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടില്ലേ? ആ സമയത്ത് അന്നത്തെ DGP അതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടില്ലേ? അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവം ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ അതിപ്പോഴുണ്ടാവുന്നുണ്ട്. അത് ശുഭോദർക്കമാണ്. CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം അത് കൃത്യമായി നടക്കുക മാത്രമല്ല, നടക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. അത്യാവശ്യം ബോധ്യപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ നടത്തിയവരാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് അഴിമതിക്കെതിരായ ഒരു മൂവ്മെൻറ്റ് കേരളത്തിലുണ്ട്. അതിൽ ഗവൺമെൻറ്റിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് CR നീലകണ്ഠനും എനിക്കും പറയാൻ പറ്റുന്ന അവസ്ഥ ഇന്ന് വന്നിട്ടുണ്ട്. ആ അവസ്ഥയാണ് ശുഭോദർക്കമായ അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞത്. അത് തുടരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ CR, ഇപ്പോൾ ശ്രീ PM മനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഉദ്യോഗസ്ഥൻ ഈ പദവിയിൽ തുടർന്നും ഉണ്ടാകുമെന്ന് നമുക്ക് ഇതുവരെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഇനി വരുന്നത് വരെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന് കോടതിയുടെ പരിഗണനയുള്ള വിഷയത്തിൽ അതിനപ്പുറത്തേക്ക് നിയമോപദേശം കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെ ഹർജിയുടെ വിശദാംശങ്ങൾ നോക്കിയപ്പോൾ ഈ വിഷയവും അതിൽ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ, ഒന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടൊരു ഹർജി കൊടുക്കുകയും അത് ഹൈക്കോടതി തള്ളുകയും ചെയ്തതാണ്. ഈ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോയി എന്നുള്ളത്, അതിൽ ചട്ടവിരുദ്ധമായ ചില കാര്യങ്ങൾ നടന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മറ്റൊന്ന്, തമിഴ്നാട്ടിൽ വനഭൂമി കയ്യേറി മരം മുറിച്ചു എന്നുള്ളതാണ്. വേറൊന്ന്, സോളാർ പാനൽ വാങ്ങി പോർട്ടിലെല്ലാം സ്ഥാപിച്ചതിൽ വലിയ ക്രമക്കേട്, ഇപ്പോൾ ഈ ഡ്രഡ്ജർ വാങ്ങി അഴിമതി. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരമായി നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ട അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നിലവിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ തലപ്പത്ത്, വിജിലൻസിൻ്റെ തലപ്പത്ത് ഇരിക്കുമ്പോൾ സത്യസന്ധമായ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ഇടപാടിൽ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നടക്കില്ല എന്ന് ചീഫ് സെക്രട്ടറിക്ക് തോന്നിയാൽ അതിൽ ചീഫ് സെക്രട്ടറിയെ സംശയിക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ കേസ് അദ്ദേഹം അന്വേഷിക്കുന്നില്ലല്ലോ. ജേക്കബ് തോമസിനെതിരായ പരാതി ജേക്കബ് തോമസ് അന്വേഷിക്കുന്നില്ല. നോബഡി ക്യാൻ ബി ഹിസ് ഓൺ ജഡ്ജ്. ഞാൻ ഒരു സംശയമില്ല. ജേക്കബ് തോമസിനെതിരായ പരാതി ജുഡീഷ്യലായി അന്വേഷിക്കണമെന്ന് വന്നാൽ ആ ഘട്ടത്തിൽ ജേക്കബ് തോമസ് എന്ത് ചെയ്യണമെന്ന് അപ്പം ആലോചിക്കണം. വിജിലൻസ് അന്വേഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതല്ല ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ CBI വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കട്ടെ. ഇപ്പോൾ ജേക്കബ് തോമസ് ഇവിടെ ഇരുന്നു, ഈ ഗവൺമെൻറ്റിന് സ്വാധീനമുള്ള ആളാണ്, ഈ ഗവൺമെൻറ് കാലത്ത് അന്വേഷിച്ചാൽ ശരിയാവില്ല എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ജേക്കബ് തോമസിൻ്റെ കേസുകൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാം. അതൊക്കെ നടന്നോട്ടെ. ഇവിടെ ഇപ്പോൾ ഡ്രഡ്ജറിൻ്റെ കാര്യമടക്കം കൃത്യമായി ഒരു ജുഡീഷ്യൽ റിവ്യൂ നടന്നതാണെന്ന് ഞാൻ പറയണേ.
ബാക്കി ഈ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടോ എബ്രഹാമിൻ്റെ റിപ്പോർട്ടോ ഒന്നും ജുഡീഷ്യലി വാലിഡായ ഡോക്യുമെൻ്റ്സ് അല്ല, അത് കമൻസാണ്. നേരെ മറിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണം, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന മൂവാറ്റുപുഴ കോടതിയുടെ നിരീക്ഷണം, ഇതൊക്കെ തീർച്ചയായും ജുഡീഷ്യലി വാലിഡാണ്. അവിടെയും വിജിലൻസിനാണ് ഏത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ വാലിഡായ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ ഉണ്ടാകുക. ജേക്കബ് തോമസ് ആയതുകൊണ്ട് പറയുന്നതല്ല. ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു കുറ്റാരോപണം പോലീസ് ഓഫീസർ എഴുതുന്നതും വഴിയിൽ നിന്ന് ഞാൻ എത്ര വിദഗ്ധനായാലും ഞാൻ എഴുതുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പോലീസ് ഓഫീസർ എഴുതുന്നതിനാണ് വാലിഡിറ്റി, കാരണം അത് അദ്ദേഹത്തിനാണ് അതിൻ്റെ ചുമതല. ഇവിടെ ചീഫ് സെക്രട്ടറി നിയമജ്ഞനായിരിക്കാം, ഒക്കെ ആയിരിക്കാം, പക്ഷേ അത് വിജിലൻസിൻ്റെ അതിൻ്റെ പാതയിലൂടെ കോടതിയിലെത്തുമ്പോൾ FIR ആയി എത്തുമ്പോഴാണ് ഒരു കേസാവുന്നത്. ഇവിടെ ഒരു സംശയം, ഞാനിപ്പോൾ മനോജ് പറഞ്ഞ പോലെ ഞാൻ ജേക്കബ് തോമസിനെ വൗച്ച് ചെയ്യുന്നില്ല, ഇപ്പോഴും വൗച്ച് ചെയ്യുന്നില്ല. ജേക്കബ് തോമസിനെതിരെ അന്വേഷണമുണ്ടെങ്കിൽ 100% അന്വേഷിക്കാം. പക്ഷേ അത് മറ്റൊരു സന്ദർഭത്തിലാവുമ്പോഴാണ് പ്രശ്നം. IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തോടെ വരുന്നു, അവർക്കെതിരെ അന്വേഷണം വരുന്നു. അപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാർ എന്നാൽ ജേക്കബ് തോമസിന് ഒരു പടി ഇരിക്കട്ടെ എന്ന രൂപത്തിൽ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ നിങ്ങളുമാണ് എന്ന് പറയുന്നത് ശിക്ഷാ നിയമത്തിൽ ഒരിക്കലും ബാധകമായ കാര്യമല്ലേ. ഒരാൾ കുറ്റം ചെയ്തെങ്കിൽ അത് മറ്റൊരാൾ കുറ്റം ചെയ്ത് ന്യായീകരിക്കാം. നമുക്ക് ധാർമ്മികതയുടെ കാര്യത്തിലൊക്കെ പറയാം, ശിക്ഷാ നിയമത്തിൽ അതല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സ്റ്റേഷൻ ഹെഡ് ഓഫീസർ എത്ര ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിലും അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ അയാൾക്ക് മുമ്പിൽ വരുന്ന പ്രതിക്കെതിരെ ഏത് IPCയുടെ വകുപ്പ് അനുസരിച്ചും ചാർജ് ചെയ്യാം. കാരണം അയാൾ ആ സ്ഥാനത്തിരിക്കുകയാണ്. നാളെ അയാളെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ വെരി ഗുഡ്, വേറെ ആൾ വരും. പക്ഷെ ഇപ്പോഴും ഞാൻ ഇത് പറയുന്നത് ജേക്കബ് തോമസ് ഇരിക്കുന്നത് കൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് എന്ന് ഞാൻ പറയുന്നത് തീർച്ചയായും അത് ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാണ്, ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ടാണ്. ആ അനുഭവം ഇനി ഉണ്ടാകട്ടെ. അതിന് മറുവഴി വന്നാൽ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതേ PM മനോജിനോടും പിണറായി വിജയനോടും ഞാനും ചോദ്യം ചോദിക്കും. ശ്രീ PM മനോജ്, അവസാനമായി പലകുറി ആവർത്തിച്ചിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട കേസുകളിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട അഴിമതി കേസുകൾ, ബാർ കോഴ കേസ്, ടൈറ്റാനിയം, അല്ലെങ്കിൽ പിന്നീട് വന്ന മൈക്രോ ഫിനാൻസ്, അതിനുശേഷം K ബാബുവിനെതിരായ കേസ്, ഈ കേസുകളിലൊക്കെ അങ്ങനെ പറയാൻ കുറേ കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ വിജിലൻസ് അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന് വിജിലൻസ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ടൈറ്റാനിയം കേസിൻ്റെ ഉദാഹരണ സഹിതം കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. K ബാബുവിൻ്റെ കേസിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നു K ബാബുവിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് വിജിലൻസ് ഡയറക്ടർ പുറത്തു പറയട്ടെ എന്ന്. വിജിലൻസ് ഡയറക്ടറുടെ ഭാഗത്ത് തെളിവില്ല, അതുകൊണ്ട് എങ്ങും എത്താതെ അന്വേഷണം നിൽക്കുകയാണ് എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. വിജിലൻസ് അതിൽ വലിയ തോതിൽ യുദ്ധസന്നാഹത്തോടു കൂടി പുറപ്പെട്ട കേസുകളുടെ കാര്യത്തിൽ ഒരു നിലയ്ക്കും അത് മുന്നോട്ട് പോകുന്നില്ല എന്ന ആക്ഷേപം വിജിലൻസ് വലിയ തോതിൽ നേരിടുകയല്ല. ഇപ്പോൾ VS അച്യുതാനന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക സംഘത്തെ കൊണ്ട് ഈ കേസുകൾ അന്വേഷിപ്പിക്കാത്തത് ദുരൂഹമാണെന്നാണ് അദ്ദേഹവും പറയുന്നത്. ശ്രീ PM മനോജ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം വിജയകുമാർ. അതിൻ്റെ പ്രശ്നം വളരെ കൃത്യമാണ്. ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളുടെ ഒരു ഫലം കാണാത്തതിൽ നമുക്കെല്ലാം വിഷമമുണ്ട്. ഇതുവരെ നടന്ന അന്വേഷണങ്ങളുടെ ഫലം നമ്മുടെ മുന്നിലെത്താത്തതിൽ നമുക്ക് ശക്തമായ വിഷമമുണ്ട്. ഒന്ന്, അപ്പോൾ കോൺഗ്രസിലെ ചില ആളുകൾക്ക് അതിനേക്കാൾ വിഷമമുണ്ട്. കാരണം ഒരു ഭാഗത്ത് K ബാബു പ്രതിയായ കേസാണ്, ഉടനെ K ബാബു ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകാർ അവിടെയുണ്ട്. അത് പ്രതിപക്ഷത്തിൻ്റെ മൊത്തം അഭിപ്രായമായിട്ട് കണ്ട K ബാബുവിനെ പെട്ടെന്ന് ശിക്ഷിക്കണമെന്ന് ആഗ്രഹക്കാർ, അടൂർ പ്രകാശിനെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹക്കാർ, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയതാണല്ലോ സോളാർ കേസിൻ്റെ അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ്. അത് ഇപ്പോഴും തുടരുകയാണ്. ഓരോ ദിവസവും ഇവർ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ കേസുകളൊക്കെ, ഈ കുറ്റവാളികളൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ വരണം എന്ന നമ്മുടെ എല്ലാം ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് VS പറഞ്ഞത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അത് മെറ്റീരിയലൈസ് ചെയ്യാൻ ജേക്കബ് തോമസ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ്, ആ വിജിലൻസിന് കൂടുതൽ സംവിധാനം വേണമെന്ന ആവശ്യം ന്യായമാണ്.
ഒരുപാട് പേര് ഒന്നിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ന്യായമാണ്. തീർച്ചയായും ഇതിലൊക്കെയുള്ള കോമൺ പോയിന്റ് എന്ന് പറയുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് ശക്തിപ്പെടുത്തണമെന്നാണ്. ആ ശക്തിപ്പെടുത്തും ഈ ഗവൺമെൻറ് എന്ന പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ചർച്ചകൾ ഉൾപ്പെടെ നടത്തുന്നത്. ശുഭോദർക്കമാണ് കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് ഈ വിമർശനങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് വിജിലൻസിനെ ശക്തിപ്പെടുത്താനും കെ ബാബു ഉൾപ്പെടെയുള്ള കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുമുള്ള ശ്രമം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തും എന്ന പ്രതീക്ഷയും നടത്തണമെന്ന ആഗ്രഹവും അതാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ശരി, ഇവരൊക്കെ കുറ്റവാളികളാണോ അല്ലയോ എന്നത് കാര്യം കൂടി തീരുമാനിക്കേണ്ടത് അത് കോടതികളോ അല്ലെങ്കിൽ ആ സംവിധാനങ്ങളോ ആയിരിക്കും. അതുവരെ നമുക്ക് അവർക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന കാര്യവും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിയമോപദേശം തേടാനുള്ള കുറിപ്പിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തീരുമാനമെടുക്കുമോ അത് അതിനു മുമ്പ് കോടതി തീരുമാനമെടുക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒപ്പം ടോം ജോസിനെതിരെയുള്ള റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് 6-ാം തീയതി കോടതിയെ അറിയിക്കുകയും വേണം. ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല. വരും ദിവസങ്ങളിലും ഈ ചർച്ചകൾ തുടരേണ്ടി വരും. സമയപരിമിതി മൂലം ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ PM മനോജ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ പഴകുളം മധു എല്ലാവർക്കും നന്ദി.